2025 ജെഇ മെയിൻസ് അഡ്വാൻസ് ഈ രണ്ട് പരീക്ഷകൾ എഴുതിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എഞ്ചിനീയറിംഗ് ബിടെക് ക്യാമ്പസുകളിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാനുള്ള ഓൺലൈൻ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുകയായി. കൃത്യമായ ധാരണയോടെ വേണം നാം ഒരു ബിടെക് പ്രോഗ്രാമിന് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് അഡ്മിഷൻ നേടാൻ. ഒരു എഞ്ചിനീയറിംഗ് കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം 1ാം ക്ലാസ് മുതൽ +2 വരെ പഠിച്ചിരുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് ഒരു തിയറി ബേസ്ഡ് കോഴ്സുകളാണെങ്കിൽ ഇനി ബിടെക് സ്ട്രീമിലേക്ക് നാം എൻ്റർ ആകുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്കാണ്. അപ്പോൾ അത്രയും പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് ഈ ജെഇ മെയിൻസും ജെഇ അഡ്വാൻസ് എക്സാമിനേഷനും എഴുതിയിരിക്കുന്നത്. അവിടെ നമുക്ക് വരുന്ന ടഫ് സബ്ജക്റ്റുകൾ എന്ന് നാം ചിന്തിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ഈസി ആക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്ന മാത്സിൻ്റെയും ഫിസിക്സിൻ്റെയും ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് അടുത്ത ബിടെക്കിൻ്റെ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ വളരെയധികം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസോടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് നേടേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രീമാണ് ജെഇ വഴിയുള്ള അഡ്മിഷൻ സീരീസുകൾ. നമുക്കറിയാം ജെഇയുടെ 2 എക്സാമിനേഷൻ, ജെഇ മെയിൻസും അഡ്വാൻസും. അതിൽ ജെഇ മെയിൻസ് വഴി നമുക്ക് അഡ്മിഷൻ കിട്ടുന്ന NITകൾ, IIITs ആൻഡ് ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതിനോടൊപ്പം ജെഇ അഡ്വാൻസ് എക്സാമിനേഷൻ വഴി അഡ്മിഷൻ കിട്ടുന്ന IITകൾ. ഈ മുഴുവൻ ക്യാമ്പസുകളിലേക്കും അഡ്മിഷൻ കിട്ടാനുള്ള ഒരു സിംഗിൾ വെൻഡോ അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ആണ് ജോസ, ജോയിൻറ്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റി. ഈ ജോസയുടെ വെബ്സൈറ്റായ josa.nic.in എന്ന വെബ്സൈറ്റിലൂടെയാണ് ജെഇയുടെ എക്സാമിനേഷൻ എഴുതി എനിക്കൊരു അഡ്മിഷൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കാൻ. ഇനി അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കുമ്പോൾ 2 കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചിരിക്കണം. ഒന്ന്, ഞാൻ ഏത് ക്യാമ്പസിൽ പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. IITയിലേക്കാണോ, NITസിലേക്കാണോ, IIITസിലേക്കാണോ, GFTസിലേക്കാണോ, ഒരു ക്യാമ്പസിലാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ആ ക്യാമ്പസിൽ ഏത് കോഴ്സാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും നാം ഏറ്റവും ആദ്യം തന്നെ മനസ്സിൽ സെറ്റ് ചെയ്യണം. അതിലേറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് കോഴ്സിന് തന്നെയാണ്. കാര്യം ആ ഒരു കോഴ്സാണ് ഇനി ലൈഫ് ലോങ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രൊഫഷനായി മാറുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഇഷ്ടമില്ലാത്തൊരു കോഴ്സ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് കൊണ്ട് ഞാൻ എടുത്തു എന്ന് പറയുന്ന രീതിയിലേക്ക് ആകാൻ പാടില്ല. കാര്യം ഇത് നമ്മുടെ പ്രൊഫഷനാണ്, നമ്മുടെ ലൈഫാണ്, നമ്മുടെ കരിയറായി മാറേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കോഴ്സിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുക. അതിനോടൊപ്പം ആ കോഴ്സ് പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല ഒരു ക്യാമ്പസ് നാം സെലക്ട് ചെയ്യുക. ക്യാമ്പസ് സെലക്ട് ചെയ്യുമ്പോൾ ക്യാമ്പസിൻ്റെ ഹിസ്റ്ററിയും ക്യാമ്പസിൻ്റെ ഡിസിപ്ലിനും ക്യാമ്പസിൻ്റെ റിസൾട്ട് പെർസെൻറ്റേജും ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസോടുകൂടി നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നാം എടുക്കുന്ന കോഴ്സും ക്യാമ്പസും ആദ്യം തന്നെ സെറ്റ് ചെയ്തിട്ട് വേണം ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലേക്ക് നാം മൂവ് ചെയ്യാൻ. ജെഇ മെയിൻസിന് നമുക്ക് എത്ര റാങ്ക് ഉണ്ട്, ജെഇ അഡ്വാൻസിന് എത്ര റാങ്ക് ഉണ്ട്, ഈ 2 റാങ്കിനെ ബേസ് ചെയ്ത് മാത്രമാണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ ജെഇ അഡ്വാൻസ് എക്സാമിനേഷന് എനിക്കൊരു IITകളിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള റാങ്ക് ഉണ്ടോ, ജെഇ മെയിൻസ് വഴി ഈ 3 സ്ട്രീമിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള റാങ്കുകളുണ്ടോ. ഇനി ഇതിലൂടെയൊക്കെ നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് 3 സ്ട്രീമുകളുണ്ട്. ഏതൊക്കെയാണ്? ബിടെക് കോഴ്സുകളുണ്ട്, BArch കോഴ്സുകളുണ്ട്, പ്ലാനിംഗ് കോഴ്സുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് എനിക്ക് താല്പര്യമുള്ളത്, ഞാൻ ഏതിന് അഡ്മിഷൻ കിട്ടാനാണ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിരിക്കുന്നത്, അതിനെ ബേസ് ചെയ്ത് വേണം ക്യാമ്പസും കോഴ്സും സെലക്ട് ചെയ്ത് ഓപ്ഷൻസ് സബ്മിറ്റ് ചെയ്യാൻ. ഇനി എങ്ങനെയൊക്കെയാണ് ഈ ജോസയുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കേണ്ടത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. ആദ്യമായി നാം ചെയ്യേണ്ടത് ജോസയുടെ വെബ്സൈറ്റിലേക്ക് നാം വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. josa.nic.in എന്ന വെബ്സൈറ്റ് നാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ജോസ ഷെഡ്യൂൾ. നമ്മുടെ ഏതൊക്കെ ഡേറ്റ് മുതലാണ് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് തുടങ്ങുന്നത്, അലോട്ട്മെൻറ്റ് എപ്പോഴാണ് തീരുന്നത്. ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ വ്യത്യാസമായി വരുന്നത് 6 അലോട്ട്മെൻറ്റും 2 ഓപ്പൺ കൗൺസിലിങ്ങും ഉണ്ട്. ഈ 6ഉം 2ഉം 8 കൗൺസിലിംഗ് പ്രോസസ്സിങ്ങിലൂടെയാണ്, അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലൂടെയാണ് ഈ വർഷത്തെ അലോട്ട്മെൻറ്റ് കംപ്ലീറ്റ് ആകുക. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 3-ാം തീയതിയാണ്. ജൂലൈ 16 മുഴുവൻ പ്രോസസ്സിങ്ങും കംപ്ലീറ്റ് ആവും. അപ്പോൾ നാം ആദ്യം തന്നെ ഈ ഷെഡ്യൂളുകൾ, ഡേറ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രീവിയസ് ഇയർ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റാങ്ക്സ്, കഴിഞ്ഞ വർഷത്തെ റാങ്ക് വെച്ച് ഏതൊക്കെ ക്യാമ്പസിൽ ഏതൊക്കെ കോഴ്സിന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്
അത് നമ്മൾ മനസ്സിലാക്കുന്നത് നാം ഒരു ക്യാമ്പസോ കോഴ്സോ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് എവിടെയൊക്കെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകളും നമുക്കിവിടെ നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ രണ്ട് ധാരണകളോടുകൂടി ഇതിനോടൊപ്പം ഈ പ്രോസ്പെക്ടസിലുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ NTA അനൗൺസ് ചെയ്തിരിക്കുന്നതും നാം കൃത്യമായിട്ട് മനസ്സിലാക്കുക, ജോസ അനൗൺസ് ചെയ്തിരിക്കുന്നതും നാം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഷെഡ്യൂളിലേക്ക് പോകാം. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 6 അലോട്ട്മെൻറ്റുകളും 2 ഓപ്പൺ കൗൺസിലിങ്ങും ഉണ്ട്. പക്ഷേ നമുക്ക് ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുക ഫസ്റ്റ് റൗണ്ടിൽ മാത്രമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും വളരെ വിജിലൻ്റായിട്ട് വേണം ക്യാമ്പസും കോഴ്സും സെലക്ട് ചെയ്ത് അഡ്മിഷൻ പ്രൊസീജിയറിൽ പങ്കെടുക്കാൻ. ഇനി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നാം ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നമുക്കൊരു അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ഇല്ലെങ്കിൽ അലോട്ട്മെൻറ്റിന് വേണ്ടി നമ്മൾ ഓപ്ഷൻ കൊടുത്താൽ ഈ സെയിം ടൈമിൽ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. ഒന്ന്, നമുക്ക് ഫീസ് അടയ്ക്കണം. ഈ ഫീസ് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ കാറ്റഗറിയിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഫീസ് അടയ്ക്കേണ്ടി വരുന്നത് 35,000 റുപ്പീസാണ്. അത് റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന SC ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് 15,000 റുപ്പീസാണ് ഫീസായിട്ട് നാം റെമിറ്റ് ചെയ്തു വരുന്നത്. ഇതിനോടൊപ്പം നമുക്കൊരു അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ നാം ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്യണം. ഈ സമയത്തൊന്നും നാം കോളേജുകളിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ട കാര്യമില്ല. എനിക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടോ അതോ ഹയർ ഓർഡറിലേക്ക് ഞാൻ പോകേണ്ട കാര്യങ്ങളുണ്ടോ എന്ന് നാം ഇവിടെ ഓപ്ഷൻ കൊടുക്കണം. അതെങ്ങനെ എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. എന്നിട്ട് നാം ഫീസ് അടയ്ക്കുക, ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്യുക. ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ 6 ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻസുകളാണ് നാം അപ്ലോഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് അതിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത് വരുന്നത് 12th ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്. ആ 12th സർട്ടിഫിക്കറ്റിനകത്ത് നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് അതിലുണ്ടാവണം. നമുക്ക് സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റിലാണ് നാം പഠിച്ചതെന്നും ഈ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. ഇനി മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടി വരുന്നത് ജെഇയുടെ അഡ്മിറ്റ് കാർഡാണ്. ഇത് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആയിട്ട് നാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നാലാമതായിട്ട് നമുക്ക് വേണ്ടത് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് നമ്മുടെ പ്രോസ്പെക്ടസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ജനറൽ പ്രാക്ടീഷണറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിച്ച് നാം അപ്ലോഡ് ചെയ്യണം. അഞ്ചാമതായിട്ട് നമുക്ക് ഡോക്യുമെന്റ്സ് വേണ്ടി വരുന്നത് നമുക്ക് ഏത് റിസർവേഷൻ ആണോ നാം ക്ലെയിം ചെയ്യുന്നത്, OBC റിസർവേഷൻ ആണോ, SC ST റിസർവേഷൻ ആണോ, EWS റിസർവേഷൻ ആണോ, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിയുടെ റിസർവേഷൻ ആണോ, എന്ത് റിസർവേഷൻ ആണോ നമുക്കുള്ളത് ആ റിസർവേഷന് വേണ്ടി വരുന്ന ഡോക്യുമെന്റ്സുകൾ. ഇതിൽ OBC NCL സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നാം കളക്ട് ചെയ്യുമ്പോൾ 2025 ഏപ്രിലിന് ശേഷമുള്ള ആ ഫിനാൻഷ്യൽ ഇയറിലെ പുതിയ ഫിനാൻഷ്യൽ ഇയറിലെ ഇൻകം സർട്ടിഫിക്കറ്റ് ആണ് നാം അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത്. ഇതൊരു സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സിംഗ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വേണ്ടി വരുന്നത് തഹസിൽദാറുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഇൻകം സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഇനി ഇതിനോടൊപ്പം ആറാമത്തെ ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് വേണ്ടി വരുന്നത് നമ്മുടെ പാസ്ബുക്കിന്റെ അല്ലെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസിന്റെ ഒരു കോപ്പിയാണ്. അത് ചെക്ക് ലീഫ് ഒരെണ്ണം ക്യാൻസൽ ചെയ്തിട്ട് അതിൻ്റെ കോപ്പി നമുക്ക് അപ്ലോഡ് ചെയ്യാം, ഇല്ലെങ്കിൽ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ 6 ഡോക്യുമെന്റ്സ് ആണ് ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിച്ചാൽ അല്ലെങ്കിൽ അഡ്മിഷന് വേണ്ടി നാം മുന്നോട്ട് പോകുമ്പോൾ ഒരു വിദ്യാർത്ഥി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം നമുക്കൊരു അഡ്മിഷൻ ലഭിച്ചാൽ മുന്നോട്ടുള്ള അലോട്ട്മെന്റുകളിൽ അഡ്മിഷൻ ലഭിക്കുമെന്ന് നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാധ്യതയുണ്ടെന്ന് നാം കണ്ടാൽ നമ്മൾ ഫീസും റെമിറ്റ് ചെയ്യണം. ഈ 2 പ്രോസസ്സിങ്ങിലാണ് മുന്നോട്ട് പോകേണ്ടത്. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 2-ാം തീയതി സെക്കൻഡിനാണ് ജെഇ അഡ്വാൻസ് എക്സാമിനേഷന്റെ റിസൾട്ട് വരിക. ജൂൺ 3-ാം തീയതി മുതൽ ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഈ ചോയ്സ് ഫില്ലിംഗ് ചെയ്യാൻ എല്ലാ വിദ്യാർത്ഥികളും ജോസയുടെ വെബ്സൈറ്റിൽ എൻ്റർ ആയതിനു ശേഷം നമ്മുടെ ജെഇയുടെ റോൾ നമ്പരും പാസ്വേഡും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുക. ആ ബേസിക് രജിസ്ട്രേഷൻ ത്രൂ നമുക്ക് അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിലെ ചോയ്സ് ഫില്ലിങ്ങിലേക്ക് മുന്നോട്ട് പോകാം. ഇനി ചോയ്സ് ഫില്ലിങ്ങിൽ നമ്മൾ മുന്നോട്ട് വന്നാൽ ജൂൺ 3 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് തീരുന്നത് ജൂൺ 12-നാണ്. ഇൻ ബിറ്റ്വീൻ ഉള്ള സമയത്ത് ജൂൺ 9-നും 11-നും 2 മോക്ക് സീറ്റ് അലോട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ 9-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ കൃത്യമായിട്ട് ഞാൻ IIT-യിലേക്കാണോ, NIT-യിലേക്കാണോ, IITസിലേക്കാണോ, ഏത് ക്യാമ്പസിലേക്കാണ്, ഏത് കോഴ്സിനാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത്, ഈ ക്യാമ്പസുകളുടെ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായി സെലക്ട് ചെയ്ത് നാം
ചോയ്സ് ഫില്ല് ചെയ്യുക. അതിനോടൊപ്പം ഈ 9-ാം തീയതി ഫസ്റ്റ് ട്രയൽ അലോട്ട്മെന്റ് വരുമ്പോൾ എനിക്ക് എവിടെയാണ് ലഭിച്ചിരിക്കുന്നത്, ഇനി എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ നമുക്ക് ചേഞ്ച് വരുത്താം. വീണ്ടും 11-ാം തീയതി വീണ്ടും ഒരു മോക്ക് അലോട്ട്മെന്റ് വരുന്നു. അപ്പോഴും നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതിനുശേഷം 9th നമുക്ക് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ പ്രോസസ്സിംഗ് തീരുകയാണ്. 12-ാം തീയതിയാണ് ലാസ്റ്റ് നമുക്ക് ഫീസും റെമിറ്റ് ചെയ്യാനുള്ള ടൈം ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം ഒരു പേരന്റും കാൻഡിഡേറ്റും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് അലോട്ട്മെന്റിൽ മാത്രമാണ് നമുക്ക് ക്യാമ്പസും കോഴ്സും ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള ഒരു അവസരം ജോസ നമുക്ക് നൽകുന്നത്. അതിനുശേഷമുള്ള ഓരോ സെക്കൻഡ് അലോട്ട്മെന്റും 3rd, 4th, 5th, 6th അതിനുശേഷം വരുന്ന ലാസ്റ്റ് അലോട്ട്മെന്റിലൊന്നും നമുക്ക് ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ 12-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ അലോട്ട്മെന്റ് പ്രോസസ്സിംഗ് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നമുക്ക് പിന്നെ 3 ഓപ്ഷനാണ് ഉള്ളത്. 12-ാം തീയതി സബ്മിറ്റ് ചെയ്തു, അവിടെ ഫീസ് അടയ്ക്കണം നിർബന്ധമൊന്നുമില്ല. ഫീസ് അടച്ച് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഫീസ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അടുത്ത അലോട്ട്മെന്റിൽ നാം ഫീസ് അടയ്ക്കാൻ മറന്നുപോയാൽ പോലും മുന്നോട്ടുള്ള അലോട്ട്മെന്റുകളിൽ നമ്മെ കൺസിഡർ ചെയ്യും, ഇല്ലെങ്കിൽ കൺസിഡർ ചെയ്യത്തില്ല. ജൂൺ 14th ഫസ്റ്റ് അലോട്ട്മെന്റ് വരിക. ഈ 14th ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നാൽ നമ്മൾ ഉടനെ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് ഫീസ് റെമിറ്റ് ചെയ്യുക, ഓൺലൈൻ പ്രോസസ്സിങ്ങിൽ എല്ലാ ഡോക്യുമെന്റ്സുകളും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ചെയ്താലും മതി, അഡ്വാൻസ് ആയിട്ട് ചെയ്തു വെക്കുന്നത് നല്ലത് എന്നുള്ളത് കൊണ്ട് ജോസ അങ്ങനെ ഒരു പെർമിഷൻ തന്നിരിക്കുന്നു എന്ന് മാത്രം. ഇനി അങ്ങനെ നാം ഫീസ് അടച്ചു, ഓൺലൈൻ പ്രോസസ്സിങ്ങും ചെയ്ത് കഴിഞ്ഞാൽ, ഓൺലൈൻ അപ്ലോഡിങ്ങും നാം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ 3 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്ന്, നമുക്ക് ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോഴ്സ് ലഭിച്ചു, ആ ലഭിച്ചത് നമുക്ക് ഫ്രീസ് ചെയ്യാം. ആ കോളേജിൽ തന്നെയാണ് ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ കോഴ്സ് തന്നെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇനി മുന്നോട്ടുള്ള അലോട്ട്മെന്റിലൊന്നും എന്നെ പങ്കെടുപ്പിക്കേണ്ട, ഞാൻ ഇതിൽ നിന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഈ കോഴ്സിൽ ക്യാമ്പസിൽ ഞാൻ സെലക്ട് ചെയ്യുന്നു, ഫ്രീസ് ചെയ്യാം. പിന്നീട് എല്ലാ അലോട്ട്മെന്റും കഴിഞ്ഞ് ജൂലൈ 16-ാം തീയതിക്ക് ശേഷം കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ട സമയത്ത് ജോയിൻ ചെയ്താൽ മാത്രം മതിയാവും. ഇനി അങ്ങനെയല്ല, അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ കൊടുക്കുന്നത് ഒരു 20 ക്യാമ്പസും കോഴ്സുകളുമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ലഭിച്ചിരിക്കുന്നത് 10ാമത്തെ ഓപ്ഷൻ ഞാൻ ചോയ്സ് ഫില്ല് ചെയ്തതാണ് ലഭിച്ചിരിക്കുന്നത് എങ്കിൽ അതിന് മുകളിലേക്കുള്ള ബാക്കി 9 ചോയ്സിലേക്ക് നമുക്ക് ചേഞ്ച് ആവാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിലേക്ക് നമ്മെ കൺസിഡർ ചെയ്യും. നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്യാമ്പസോ അതിന് താഴേക്കുള്ളതും ഡിലീറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ മുകളിലേക്ക് നമ്മളെ ഹയർ ഓപ്ഷനിൽ കൺസിഡർ ചെയ്യണം. സെക്കൻഡ് അലോട്ട്മെന്റിലും 3rd അലോട്ട്മെന്റിലും 4th ഒക്കെ കൺസിഡർ ചെയ്യണമെങ്കിൽ ഫ്ലോട്ട് എന്ന ഓപ്ഷൻ അലോട്ട്മെന്റ് വന്നു കഴിയുമ്പോൾ നാം ചെയ്യണം. ഇനി അതങ്ങനെ ചെയ്തില്ലേ പോലും ഫ്രീസ് ചെയ്യാത്ത എല്ലാവരെയും ഫ്ലോട്ടിൽ കൺസിഡർ ചെയ്യും. അപ്പോൾ ഒരു കോഴ്സ് ലഭിച്ചു കഴിഞ്ഞാൽ, ഒരു കോളേജ് ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെങ്കിൽ, അവിടെ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഫ്രീസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീസ് ചെയ്യാത്ത കുട്ടികളെ സെക്കൻഡിൽ ഫ്ലോട്ട് ഓപ്ഷൻ വഴി അടുത്തൊരു ക്യാമ്പസിലേക്ക് നമുക്ക് മൂവ്മെന്റ് ലഭിക്കുകയും ചെയ്യും. 18-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫീ പേയ്മെന്റ് എന്ന് പറയുന്നത്. ആ ഫീ പേയ്മെന്റ് ചെയ്യാത്തവരെ, അതുപോലൊപ്പം ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്യാത്തവര് ഇതിൽ നിന്നെല്ലാം ഔട്ടാവുകയും ചെയ്യും. ഇനി ഇങ്ങനെ ഫീസ് പേ ചെയ്തു, ഫ്രീസിന് പകരം ഫ്ലോട്ടാണ് നാം കൊടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് മുന്നോട്ട് ഹയർ ഓപ്ഷൻസിലേക്ക് ചേഞ്ച് ലഭിക്കും. ഇനി 3ാമത്തെ ഒരു ഓപ്ഷനും കൂടെ എവിടെയുണ്ട്, സ്ലൈഡ് എന്നൊരു ഓപ്ഷൻ. സ്ലൈഡ് എന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ക്യാമ്പസിൽ എനിക്കൊരു കോഴ്സ് ചേഞ്ചായി കിട്ടണം, അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് സ്ലൈഡ് എന്നുള്ള ഓപ്ഷനും ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ അലോട്ട്മെന്റിലും നമുക്കത് സെലക്ട് ചെയ്യാം. ഇങ്ങനെ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നാം ഏത് ഓപ്ഷനാണോ സ്വീകരിച്ചത്, ഫ്രീസ് ആണോ, ഫ്ലോട്ട് ആണോ, സ്ലൈഡ് ആണോ, ഈ ഓപ്ഷൻ ഏതാണോ നാം കൊടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റ് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യും ജൂൺ 21-ാം തീയതി. ഇങ്ങനെ സെക്കൻഡ് റൗണ്ട്, അതിനുശേഷം 3rd റൗണ്ട്, അതിനുശേഷം 4th റൗണ്ട്, 5th റൗണ്ട് ആൻഡ് 6th റൗണ്ട്, ഇങ്ങനെ 6 റൗണ്ടുകളിലൂടെ നമുക്ക് ഈ അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കാം. പക്ഷേ ഇതിൽ ചോയ്സ് ഫില്ല് ചെയ്യാൻ കോളേജുകളും കോഴ്സുകളും ഓപ്ഷൻ കൊടുക്കാൻ ഫസ്റ്റ് അലോട്ട്മെന്റിൽ മാത്രമാണ് നമുക്ക് അവസരമുള്ളത്. ഈ 6ാമത്തെ റൗണ്ടോടുകൂടി IIT മുഴുവൻ അഡ്മിഷൻസും ക്ലോസ് ചെയ്യും.
ഇനി അതിനുശേഷം വരുന്ന 2 അലോട്ട്മെന്റുകൾ, ഓപ്പൺ കൗൺസിലിങ്ങിലൂടെയുള്ള 2 അലോട്ട്മെന്റുകൾ, ഈ 2 അലോട്ട്മെന്റുകളിൽ NIT പ്ലസ് കോഴ്സുകളിലേക്ക്, അതായത് NITകളിലേക്കും IITസിലും ഗവൺമെന്റ് ഫണ്ട് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും സീറ്റ് ഒഴിവുകൾ ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അലോട്ട്മെന്റ് പ്രോസസ്സിംഗ് ആണ് ലാസ്റ്റ് വരുന്ന 2 റൗണ്ടുകളും. JEE മെയിൻസ് എക്സാമിനേഷനോ അഡ്വാൻസ് എക്സാമിനേഷനോ എഴുതിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാർക്കിനെ ബേസ് ചെയ്ത്, നമ്മുടെ റാങ്കിനെ ബേസ് ചെയ്തിട്ട് ആ പെർസെൻറ്റേജിനനുസരിച്ച് എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ +2 അഗ്രിഗേറ്റ് 75% മാർക്കാണ് ഇതിൻ്റെ എലിജിബിലിറ്റിയായി ലഭിക്കുന്നത്. അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജോസായുടെ അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഏറ്റവും നല്ല ക്യാമ്പസുകളായ IITകളും NITകളും IITസിലും ഗവൺമെന്റ് ഫണ്ട് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുമൊക്കെ അഡ്മിഷൻ ലഭിക്കാനുള്ള ജോസായുടെ അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിൽ നാം കൃത്യമായിട്ട് പങ്കെടുക്കുക. ഇനി ഇതിൻ്റെ ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ഡൗട്ട്സുകൾ തീർത്തു തരാനും ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. 2025 എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി JEE മെയിൻസ് എക്സാമിനേഷനോ അഡ്വാൻസ് എക്സാമിനേഷനോ ഞാൻ വിചാരിച്ച അത്രയും നല്ല ഉയർന്നൊരു റാങ്കിലേക്ക് എത്താൻ സാധിച്ചില്ല. നാം ചോയ്സ് ഫില്ലിങ്ങിൽ പങ്കെടുക്കുക. എനിക്ക് ഏതെങ്കിലും ഒരു സീറ്റ് ലഭിക്കുന്നുണ്ടോ നാം ചെക്ക് ചെയ്യുക. ഇനി കിട്ടാനുള്ള സാധ്യതയില്ല, വളരെ കുറഞ്ഞ മാർക്കിലേക്ക് എനിക്ക് പോയി, അവിടെ നാം മനസ്സിലാക്കേണ്ടത് എനിക്ക് പ്രിപ്പറേഷൻ അത്ര നല്ല രീതിയിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ 2026 JEE മെയിൻസ് അഡ്വാൻസ് എക്സാമിനേഷൻ നമ്മുടേതാക്കി മാറ്റാം. ഏറ്റവും മികച്ച ക്യാമ്പസുകളായ IITകളിലും NITകളിലും IITസിലുമൊക്കെ നമ്മുടെ സീറ്റുകൾ ഉറപ്പാക്കാം. ഇതിനു വേണ്ടിയിട്ട് ആൽഫ അക്കാഡമിയുടെ റിപ്പീറ്റർ പ്രോഗ്രാം ഈ ജൂണിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്ക് പഠിച്ചു തുടങ്ങാം. ഏറ്റവും മികച്ച ഒരു ട്രെയിനിങ്ങിൻ്റെ പാർട്ടായി 2026 ക്ലാസ് റൂം കോച്ചിങ്ങിലൂടെ ഒരു ടാബിലൂടെ ഇരുന്ന് നാം പഠിക്കുന്ന പാറ്റേൺ അല്ല, പകരം നമുക്ക് ക്ലാസ് റൂം കോച്ചിങ്ങിൽ പേഴ്സണൽ അറ്റൻഷനോടെ നല്ല സ്റ്റഡി മെറ്റീരിയൽസ്, നല്ല ലൈബ്രറി ഫെസിലിറ്റി, നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റിയോടെ നമുക്ക് പഠിക്കാം. ഏറ്റവും മികച്ച വിജയം 2026 നമുക്ക് കരസ്ഥമാക്കാം. നമുക്കറിയാം NCERT എന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 3 സബ്ജക്റ്റിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് നാം നന്നായി പഠിക്കേണ്ടത്. കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പഠിക്കേണ്ടത്, മോഡൽ എക്സാമിനേഷൻ എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഒബ്ജക്റ്റീവ് എക്സാമിനേഷനിൽ നാം ഒരു എക്സ്പേർട്ടായി മാറേണ്ടത്. ഇത് ബെസ്റ്റാക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് നമുക്ക് ആൽഫ അക്കാഡമിയുടെ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ മുന്നോട്ട് പോകാം. ഏറ്റവും നല്ല വിജയവും നേടാം. ഓൾ ദ ബെസ്റ്റ്.